ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഓക്കെ, അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഈ ഒരു പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. അതായത് സ്റ്റാക്കിലെ ഓപ്പറേഷൻസ് എല്ലാം ഒരു എൻഡിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനെ നമ്മൾ ടോപ്പ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു എലമെന്റ് പുതുതായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്നാണ് സ്റ്റാക്കിൽ പറയുന്നത്. അത് ടോപ്പിലോട്ടായിരിക്കും പുഷ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ഡി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ സിക്ക് മേലെ ഒരു എലമെന്റ് ആയിട്ടായിരിക്കും ആ ഡി ഇൻസേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻ കേസ് ഞാനൊരു എലമെന്റ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി ഞാൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതെനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ടോപ്പിൽ നിന്ന് മാത്രമേ സ്റ്റാക്കിൽ എനിക്ക് ഡിലീഷനും പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് ലാസ്റ്റ് എലമെന്റ് ഇൻസേർട്ടഡ് ഇൻ ടു ദ സ്റ്റാക്ക് ഈസ് ദ ഫസ്റ്റ് ടു ബി റിമൂവ്ഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ് നമ്മൾ ഇങ്ങനെ പ്ലേറ്റ്സ് അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ മേളിൽ വെച്ച പ്ലേറ്റ് ആണ് നമുക്ക് ആദ്യം എടുക്കാനായിട്ട് സാധിക്കുക. നമ്മളൊരു പ്ലേറ്റ് എടുത്ത് വെക്കുകയാണെങ്കിലും അതിൻ്റെ മേളിലോട്ടായിരിക്കും നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അൺഡു റീഡു, മൈക്രോസോഫ്റ്റ് എന്നല്ല ഏത് ആപ്ലിക്കേഷൻസിലാണെങ്കിലും അൺഡു റീഡു ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കുമല്ല. അതെല്ലാം ബേസിക്കലി ഈ സ്റ്റാക്കിനെ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റാക്കിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ ആണ് അത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വെബ് ബ്രൗസേഴ്സിന്റെ ഹിസ്റ്ററി നാവിഗേഷൻ അത് സ്റ്റാക്കാണ്. ഓക്കെ, സ്റ്റാക്കിന് അകത്ത് ഡിഫറെൻറ്റ് ബേസിക് ഓപ്പറേഷൻസ് വരുന്നത് ഇൻസേർട്ട് ചെയ്യണതിനെ നമ്മൾ പുഷ് എന്നാണ് പറയുക. റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിനെ പോപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ഓഫ് സ്റ്റാക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. അതൊരു ടൈപ്പ് ഓഫ് ഈ ടോപ്പ് ഓഫ് സ്റ്റാക്ക് റിട്ടേൺ ചെയ്യുന്നതിന് നമുക്ക് ടോപ്പ് ഓഫ് സ്റ്റാക്ക് അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്നാണ് നമ്മൾ ഇതിൽ ടെർമിനോളജി വരുന്നത്. അതുപോലെ സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ, അതൊരു ബേസിക് ഓപ്പറേഷൻ ആണ്. അതുപോലെ സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന വേറൊരു ബേസിക് ഓപ്പറേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്പറേഷൻസ് നോക്കാം. സ്റ്റാക്കിൽ പുഷ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റാക്ക് ഫുള്ളാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സ്റ്റാക്ക് ഫുള്ളാണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്റ്റാക്കിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫുൾ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യുന്ന എലമെന്റ് ടോപ്പ് ഓഫ് സ്റ്റാക്ക് ആയിട്ട് മാറും. ഓക്കെ, കണ്ടോ, നേരത്തെ 30 ആയിരുന്നു ടോപ്പെങ്കിൽ ആഫ്റ്റർ പുഷ് ഓപ്പറേഷൻ ആഫ്റ്റർ ഇൻസേർഷൻ 40 ബിക്കംസ് ദ ടോപ്പ് ഓഫ് സ്റ്റാക്ക്. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. നൗ നെക്സ്റ്റ് വരുന്നത് പോപ്പ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. കറണ്ട് ടോപ്പ് ഓഫ് സ്റ്റാക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പോപ്പ് ഓപ്പറേഷൻ വെച്ചിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റാക്ക് എം ടി ആണോ എന്ന് റിമൂവ് ചെയ്യണം. എം ടി ആയിട്ടുള്ള സ്റ്റാക്ക് ഒന്നും നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. സോ ഇഫ് ദ സ്റ്റാക്ക് ഇസ് നോട്ട് എം ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് റിമൂവ്സ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. എന്നിട്ട് ടോപ്പ് എന്ത് ചെയ്യും, ടോപ്പ് -1 ചെയ്യും. നേരത്തെ ടോപ്പ് എത്രയായിരുന്നോ അതൊന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞ് ഏത് വാല്യൂ ആണോ കിട്ടുന്നത് അതായിരിക്കും പിന്നീട് ടോപ്പ് എന്ന് പറയുന്നത്. കാരണം 40 നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ടോപ്പ് ഓഫ് സ്റ്റാക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറഞ്ഞ മറ്റൊരു പേരാണ് പീക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിനകത്തുള്ള ടോപ്പ് എലമെന്റ് റിട്രീവ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടോപ്പ് ഓഫ് സ്റ്റാക്ക് എടുത്ത് ജസ്റ്റ് ഡിസ്പ്ലേ പ്രിന്റ് ഓഫ് കൊടുത്താൽ മതിയാവും. ഓക്കെ, നൗ ഈസ് എം ടി ഓപ്പറേഷൻ വരുന്നുണ്ട്. സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എം ടി ആണോ അല്ലേ എന്നറിയാനായിട്ട് ഇപ്പൊ അറേ ആണെങ്കിൽ അറേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാക്കിന്റെ ടോപ്പ് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ നമുക്ക് പറയാം സ്റ്റാക്ക് എം ടി ആണ് എന്നുള്ളത്. അല്ലെങ്കിൽ സ്റ്റാക്ക് എം ടി ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എലമെന്റ് നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് ഓഫ് സ്റ്റാക്ക് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിലല്ലേ എം ടി ആയിട്ടുള്ള സ്റ്റാക്കിലോട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു പുഷ് ഓപ്പറേഷൻ ചെയ്യാം. പുഷ് ഓഫ് ഏതെങ്കിലും ഒരു എലമെന്റ് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കും. ഇപ്പൊ 10 എന്ന് പറയുന്ന ഒരു എലമെന്റ് പറഞ്ഞാൽ ഇവിടെ 10 ഇൻസേർട്ട് ചെയ്യും. ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയും ടോപ്പ് ഇസ് ഈക്വൽ ടു ഏതായി മാറും, ടോപ്പ് ഇസ് ഈക്വൽ ടു ടോപ്പ്
+1 -1 ആണ് കറന്റ്ലി ഇത് എം ടി സ്റ്റാക്കിൽ. +1 ചെയ്ത് കഴിഞ്ഞാൽ 0. അതായത് സ്റ്റാക്ക് ഓഫ് 0യിൽ ഇപ്പോൾ ഫസ്റ്റ് എലമെന്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അനദർ ഓപ്പറേഷൻ ഈസ് ഫുൾ ഓപ്പറേഷൻ. സ്റ്റാക്ക് ഫുൾ ആണോ, കപ്പാസിറ്റി എത്രയാണോ അത്രയും എലമെന്റ്സ് തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ടോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു കപ്പാസിറ്റി ആണെങ്കിൽ യൂഷ്വലി ഇപ്പോൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് n വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നോക്കൂ, നമ്മളിത് അറേ വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 0 1 2 3, അതായത് n-1 ആണ് ടോപ്പ് എങ്കിൽ നമുക്ക് പറയാം എന്ത്, ഈ സ്റ്റാക്കിലെ കപ്പാസിറ്റി ഫുള്ളാണ്, സ്റ്റാക്ക് ഫുള്ളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എലമെന്റ്സ് അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല. ഓക്കെ, നമുക്ക് സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അറേസ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം, ഡബിൾ എൻഡഡ് ക്യൂസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം തന്നെ അറേ യൂസ് ചെയ്തിട്ട് സ്റ്റാക്ക് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, അറേ വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ അറേയിലത്തെ ഓരോ എലിമെന്റിനെയും നമ്മൾ ഇൻഡെക്സസ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലി -1 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഏതിനകത്ത് അറേ ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ ടോപ്പ് -1 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ദെൻ ഫസ്റ്റ് എലമെന്റ് ഞാനിപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. -1 + 1 = 0. 0th ഇൻഡെക്സിൽ എൻ്റെ ഫസ്റ്റ് എലമെന്റ് എത്തും. ടോപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും, 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എലമെന്റ് ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് എലമെന്റ് ഞാൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടോപ്പ് = 2 ആയിട്ട് മാറും. ദെൻ ടോപ്പ് = 3 ആയിട്ട് മാറും ഇൻ കേസ് ഐ എം ഇൻസേർട്ടിങ് അനദർ വാല്യൂ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടോപ്പ് = 3 ആണ്. അതായത് കപ്പാസിറ്റി ഞാൻ പറയാണ് n വാല്യൂസ് ആണ് ഇതിൽ പോസിബിൾ ആയിട്ടുള്ളത് 4. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, ഞാൻ എപ്പോഴും എൻ്റെ ടോപ്പ് = n-1 ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇൻഡിക്കേറ്റ്സ് വെദർ മൈ സ്റ്റാക്ക് ഈസ് ഫുൾ ഓർ നോട്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണ് ഫുൾ ഓർ നോട്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. അറേക്കകത്ത് ഇനീഷ്യലി ടോപ്പ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. പിന്നെ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഇറ്റ് ക്യാൻ ബി n ഓർ എനി വേരിയബിൾ നെയിം വി ക്യാൻ യൂസ്. ഓക്കെ, അത് ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ നമുക്ക് കൊടുക്കാം. ആ വാല്യൂ -1 വരെയാണ് എന്ത്, സ്റ്റാക്ക് ഫുൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട്. ടോപ്പ് = n-1 ആണെങ്കിൽ നമുക്ക് പറയാം സ്റ്റാക്ക് ഫുൾ ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു empty ആയിട്ടുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്, അതിലോട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് നോഡ് ഇൻസേർട്ട് ചെയ്തു. ആ നോഡായിരിക്കും കറന്റ്ലി എൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ദെൻ അഗെയിൻ ഞാനൊരു അനദർ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞോട്ടെ എൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ആ എലമെന്റ് ആയിരിക്കും അല്ലേ. ഞാൻ 11 ഇൻസേർട്ട് ചെയ്തു, അതിൻ്റെ മുകളിൽ ഇനി 22 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇതല്ലേ പിന്നെ. സോ ആ ടോപ്പ് ഞാൻ നേരത്തെ എലമെന്റ് മാറ്റിയിട്ട് 22 ആക്കി മാറ്റി. അഗെയിൻ ഞാൻ അനദർ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് 33 ആയിരിക്കും നെക്സ്റ്റ് അല്ലേ. ടോപ്പ് എന്ന് പറയുന്നത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പോപ്പ് ചെയ്യുകയാണെങ്കിൽ ഏത് എലമെന്റ് ആയിരിക്കും ആദ്യം പോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, 33 ആയിരിക്കും. സോ എൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 33 നെക്സ്റ്റ് ആയിട്ട് മാറും. കണ്ടോ, ആ 22 ആയിട്ട് മാറും. അപ്പൊ 33 റിമൂവ് ആയി, ഇപ്പൊ ടോപ്പ് 22 ആയി മാറി. അഗെയിൻ ഞാൻ ഒരു പോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ 22 ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് എൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ 11 ആയിട്ട് മാറി. ഓക്കെ, ഇത് ഡൈനാമിക്കലി ആണ് ഗ്രോ ചെയ്യുന്നത്. ഞാൻ ഫിക്സഡ് സൈസ് ഇതിനകത്ത് കൊടുക്കുന്നില്ല. സോ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെന്റേഷനകത്ത് സാധിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.